വെൽക്കം ബാക്ക് ടു ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണ് ശാക്കരൻ്റെ ക്യാമറമാനായിട്ട് എന്താണ് പരിപാടി? ഇന്ന് നമുക്ക് ഒരു ഈവനിങ് വ്ളോഗാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഈവനിങ് ഇപ്പോൾ കറക്റ്റ് 4 മണിയായിട്ട്. അപ്പോൾ ഈവനിങ് വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കിടുവിനെ സ്കൂൾ ബസ്സിൽ നിന്ന് എടുക്കലാണ് നമ്മൾ ഫസ്റ്റ് പരിപാടി. അത് കഴിഞ്ഞ വേണ്ടി ചായ ഉണ്ടാക്കല അതൊക്കെ. അപ്പോൾ നമുക്ക് വേഗം അവനെ സ്കൂൾ ബസ് എടുത്തിട്ടൊന്നാലോ. കമോൺ ഗൈസ്, ഫോളോ മീ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ കിടുവിൻ്റെ ബസ് വന്ന് നിർത്താറ്. അപ്പോൾ നമ്മൾ കിടുവിനെ എടുക്കാൻ പോയേക്കണം. അപ്പോൾ മോള് ചിലപ്പോൾ ഓണർന്ന് ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും വരും കേട്ടോ താട്ടിനെടുക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അവളങ്ങനെ റോഡ് മുറിച്ച് അങ്ങോട്ട് വരിക, റോട്ടിക്ക് അങ്ങോട്ട് വരിക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ അവിടെ നിൽക്കണേ പറഞ്ഞാൽ അവിടെ നിൽക്കും. അല്ലെങ്കിൽ അവിടെ ഒരു വീടുണ്ട്, ആ വീടിൻ്റെ തിണ്ടത്ത് കയറി അവൾ ഇരിക്കും. എന്നിട്ട് ഞാൻ പോരുമ്പോഴേ അവളുടെ കൂടെ പോരുള്ളൂ കേട്ടോ. അതായത് ഇങ്ങനെ അവളെനിക്ക് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ നിൽക്കാറില്ല കേട്ടോ അവൾ. അങ്ങനെ വേഗം ഞാൻ കിടുവിനെ കൊണ്ടുവന്നു. സാധാരണ ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ കിടുവിന് എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചായ വെക്കും, അവിടെ കടിച്ച് വാരിയിടും. എന്നിട്ടൊക്കെയാണ് ഞാൻ കിടുവിന് എടുക്കാൻ പോവുക. ചില ദിവസങ്ങളിൽ ഞാൻ കിടുവിന് എടുത്ത് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഇപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഏട്ടനെ ടി വി വെച്ചേക്കുന്ന ആ സൗണ്ട് അതപ്പം വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഭയങ്കര സൗണ്ട് അലക്കുന്നു. ഇങ്ങനെ വീഡിയോയിൽ ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ആ ടി വിയുടെ സൗണ്ട് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെയൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ആ പൂളക്കിഴങ്ങിനെ പറ്റിയിട്ടാണ് പറയണേ. അത് വേവിച്ചിട്ട് നമ്മളവിടെ ഉണക്കാൻ വെച്ചേക്കാണ്. നമ്മൾ ചിപ്സൊക്കെ കഴിക്കില്ലേ, ചിപ്സ് മറ്റേ പൂളക്കിഴങ്ങ് വറുത്തൊക്കെ കഴിക്കില്ലേ, അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വേവിച്ചത് ബാക്കി വന്നിട്ട് ഉണക്കാൻ വെച്ചേക്കാം കേട്ടോ. നമ്മൾ വെയിലത്തും ഇടും. പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കുന്നതാണല്ലോ ഡെയിലി. അപ്പോൾ അടുപ്പിനടിയിൽ ഇടും കേട്ടോ, ആ ചൂട് എപ്പോഴും ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ചായ വെക്കുന്ന കാര്യമാണ്. എനിക്ക് ഒഴിച്ച് ബാക്കി 6 പേർക്ക് ഞാൻ ചായ വെക്കണമെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായിട്ടോ ഞാൻ ചായ കുടിക്കൽ നിർത്തിയിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ റയറായിട്ട് എനിക്ക് പലപ്പോഴും അങ്ങനെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ കുടിച്ചാൽ കൊള്ളാം അതൊക്കെ ഞാൻ വല്ല ടയേർഡാവുക, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉഷാറില്ലാതെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ തലവേദന തോന്നി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്കങ്ങനെ കുടിക്കാനൊക്കെ തോന്നുക കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു 1/2 ഗ്ലാസ്സൊക്കെ കുടിക്കാറുണ്ട്. പിന്നെ അവിടെ താഴെ ഞാൻ കാണിച്ചു തരുന്നതോ, നിങ്ങൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു അമ്മിക്കല്ല് മേടിച്ചു പോയി. അതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പമുണ്ടെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ വീട്ടിൽ നിന്നപ്പോഴാണ് ചെറുതായത്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ അത് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇവിടെ നമ്മുടെ ആട്ടുകല്ല്, അമ്മി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൂടെ ഇല്ല. ആരപ്പോൾ അത് യൂസ് ചെയ്യണമെന്ന് ഒരു ഇതുണ്ടാവും. ആരും അങ്ങനെ വല്ലാണ്ട് അങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണാറില്ല ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ അരയ്ക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനോട് കാണിച്ചു പോകുമ്പോൾ പറഞ്ഞു മേടിച്ചോ, നമുക്കിവിടെ എങ്ങാനും സപ്പോസ് കറണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഒരു ഉപകാരമായിട്ട് വരുമല്ലോ വെച്ചിട്ട് ഞങ്ങളുടെ അടുക്കളയ്ക്ക് ഫിറ്റാവുന്ന രീതിക്കൊരു ചെറിയൊരു അമ്മിക്കല്ലാണ് കേട്ടോ അത്. പിന്നെ അപ്പം ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. ഇവിടെയൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഞാനിനി ചായയൊക്കെ ആറ്റി എല്ലാവർക്കും കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷാക്കിറാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. പിന്നെ അവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇടാൻ ഉദ്ദേശിച്ച വീഡിയോ ഇതായിരുന്നില്ല. ഞാൻ ബോഡി ഷേമിങ്ങിനെ പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ ഓൾറെഡി ഈ ചാനലിലേക്ക് എടുത്തു വെച്ചത്. പക്ഷേ അത് ഏട്ടൻ മല്ലു ഫാമിലിക്ക് അത് വീഡിയോ എടുത്തു ഗൈസ്. അപ്പോൾ എനിക്കിന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈവനിങ് വ്ളോഗ് ഇടുന്നത്. ഇപ്പം ആ വീഡിയോ ഒന്നിലുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കമൻറ്റിന് ഒരു മറുപടി ആയാനത്. ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നു, എന്തൊരു തടിയെ പൊന്നൂസ തടി കുറച്ചോട്ടെ എന്ന്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ ആ കമൻറ്റ് ഇട്ട വ്യക്തിനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ വണ്ണം വയ്ക്കുന്നത് കൊണ്ട്? ഞാൻ നിങ്ങളുടെ ആരുമല്ല, നിങ്ങളുടെ വീട്ടിലല്ല ഞാൻ താമസിക്കുന്നത്, നിങ്ങളല്ല എനിക്ക് ചിലവിന്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഞാൻ വണ്ണം വയ്ക്കുന്നതുകൊണ്ട്? എനിക്ക് മനസ്സിലാവണില്ല. വൈകുന്നേരത്തെ ഫ്രൂട്ട്സ് നിർബന്ധം കഴിച്ചു. കാരണം 4-5 ഫ്രൂട്ട്സ് നിർബന്ധമായിട്ടും കഴിക്കണം. അതായത് വെയിലുണ്ട് കഴിക്കണം. ജിമ്മിന് പോകണമെന്ന് കഴിക്കുമല്ലോ. ഏത് ഞങ്ങള് കുളിച്ചോ? പേരക്കും ചായയും കൊടുക്കുന്നത് ഞാൻ കുറച്ച് ജിമ്മിന് പോകും.
മറ്റേ എന്താ ഞാൻ പറയണ്ടേ ഓ എന്താ പറഞ്ഞേ? അപ്പോൾ നമ്മളോട് പറഞ്ഞു നിർത്തിയത് വണ്ണം വയ്ക്കുന്ന ആ കമൻറ്റിനെ പറ്റിയിട്ട് കേട്ടോ. ഞാൻ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അത് കേട്ടിട്ട് തന്നെയാണ് പിന്നെയും പുള്ളിക്കാരി ആ കമൻറ്റ് ഇട്ടേക്കുന്നത്. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾ പറയുന്ന പോലെ ഓടിച്ചെന്ന് എനിക്ക് വണ്ണം കുറയ്ക്കുക, നീ ഡയറ്റ് എടുക്കുക അങ്ങനെ പറഞ്ഞാലൊന്നും ചിലപ്പോൾ എൻ്റെ ബോഡി കൊണ്ട് എനിക്കിത് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാനെ പോലെ അതങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നമുക്ക് വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കില്ലായിരിക്കും. പക്ഷെ അത് നമ്മുടെ ശരീരം കൊണ്ട് അത് പറ്റിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ല ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. എങ്ങനെ നമ്മളിപ്പോൾ കഴിച്ചാലൊക്കെ നമ്മൾ വണ്ണം വയ്ക്കും. കാരണം നമുക്ക് തൈറോയിഡ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മൾ വണ്ണം വയ്ക്കും. നമ്മളിനി ഡയറ്റ് എടുത്തത് കുറച്ചാലും പിന്നെയും നമ്മൾ വണ്ണം വയ്ക്കും. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കുറയ്ക്കണം കാരണം എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞേക്കുന്നത് കുറയ്ക്കണം തന്നെയാണ്. കാരണം എനിക്ക് നീ പെയിൻ ഉള്ളത് കൊണ്ട് എന്നോട് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറയ്ക്കും, അതെനിക്ക് എൻ്റെ സമയമാകുമ്പോൾ ഞാൻ കുറയ്ക്കും. അതിനൊരാളും നീ ഡയറ്റ് എടുക്ക് പോയിട്ട് അല്ലെങ്കിൽ നിനക്ക് കുറച്ചുകൂടെ എന്തിനു വണ്ണം അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബോഡിയെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. എൻ്റെ ബോഡിയെ പറ്റി ചിന്തിക്കാൻ ഞാനവിടെ ഒരാൾ ഫ്രീ മൈൻഡായിട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ ചിന്തിച്ചോളാം. ഇങ്ങനെ വണ്ണം വയ്ക്കുന്നതെന്ന് വെച്ച് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഫുഡുകളൊന്നും കഴിക്കാതിരിക്കാറില്ല കേട്ടോ. ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യാറില്ല, എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കാറുണ്ട്. കാരണം നമ്മുടെ ജീവിതം ആകെ ഒന്നേ ഉള്ളൂ ഗൈസ്, അത് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ഞാൻ ഡയറ്റൊക്കെ തുടങ്ങുമ്പോഴല്ലേ അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാൻ ആദ്യമായിട്ട് ഡയറ്റ് എടുക്കാൻ പോകുന്ന ഒരാളല്ല, ഞാൻ ഒരുപാട് ഡയറ്റ് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ടൈമിൽ എങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പോൾ പക്ഷേ എൻ്റെ ഹെൽത്ത് കൊണ്ട് ഞാൻ ഓക്കെ അല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടും കുറച്ചിട്ടും കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ടയേർഡായി പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഡയറ്റ് ഇപ്പോൾ എടുക്കുന്നില്ല. ഞാൻ 2 വീക്സായിട്ട് ഞാൻ ഡയറ്റ് നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ ഇത് എൻ്റെ ബോഡി കാണുമ്പോൾ ഒരാൾക്കും ഒരു രീതിയിലുള്ള വിഷമം വരേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറയ്ക്കാൻ പറ്റുന്ന വെയിറ്റേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് അതിന് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത്. ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ടയർഡായി പോകുന്നു, വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് കാല് വേദന അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ 2 വീക്സായിട്ട് ഞാൻ നിർത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു പോയി, വിറകെടുക്കൽ കഴിഞ്ഞു പോയി, പിള്ളേരായിട്ട് സൈക്കിൾ ഓടിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് എൻ്റെ സംസാരത്തിനിടയിൽ അതൊക്കെ മാഞ്ഞു പോയി ഗൈസ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ അടുക്കളയ്ക്കുള്ള വിറകൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മ വിറകെടുത്ത് വയ്ക്കുമ്പോൾ എപ്പോൾ എടുത്തേക്ക് നിന്നാലും ഞാൻ വിറകെടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ എൻ്റെ കിടുവും മോളും പിന്നാലെ വന്നിട്ട് അവരും വിറകെടുക്കാൻ കൂടും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഏട്ടൻ ജിമ്മിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ജിമ്മിന് പോകുമ്പോൾ മുന്നേ പിള്ളേർക്ക് സൈക്കിൾ ഓട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ സൈക്കിൾ ഓടി പഠിപ്പിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവരെ പേടി മാറ്റുകയാണ്, പക്ഷേ അവർ കൂടുതൽ പേടിക്കുകയാണ്. ഏട്ടൻ എന്താ കാണിക്കണമെന്ന് ഏട്ടൻ തന്നെ അറിയില്ല, ഡാവ് എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മോളെ പേടിപ്പിച്ചിട്ട് പിന്നെ ഉമ്മോളെ ഞാൻ വാങ്ങി കേട്ടോ. പിന്നെ അപ്പോൾ ഏട്ടൻ കിടുവിനെ പേടിപ്പിക്കാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അവിടെ വിളക്ക് കത്തിച്ചിട്ട് ഉമ്മർത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് 6 മണിയായി എന്നുള്ളത്. പിന്നെ അമ്മ വിളക്ക് വയ്ക്കാനൊക്കെ കഴിഞ്ഞ് ഏട്ടനും അവിടെ അൻഷാദും അസിക്കും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വഴിയേ പറയാം ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതായിട്ട് ജിമ്മിന് പോകാൻ നിന്നപ്പോഴേക്കും ഇതിവിടെയുള്ള സ്ഥിരം പരിപാടിയാണ്. അച്ഛൻ ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ പിന്നാലെ പോകാനായിട്ടുള്ള കരച്ചിൽ. ഇതിവിടുത്തെ ഡെയിലി പ്രോസസ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് അപ്പോൾ സങ്കടമൊക്കെ ആയി തരാം. കാരണം അവരങ്ങനെ കരയും കിടന്നിട്ട് അച്ഛ 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 എന്ന് വിളിച്ച് അലറി കരയും. അത് എപ്പോഴും ഏട്ടൻ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവരേട്ടൻ ഇറങ്ങുന്നത് കാണുന്നുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഷമം മാറ്റാനൊക്കെ ആയിട്ട് അവർക്ക് ഒരു കേക്കൊക്കെ മേടിച്ച് കൊടുത്തു. കേക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കേക്കൊക്കെ മേടിച്ച് കൊടുത്തു. കാരണം ഇവിടെ നമ്മുടെ താഴത്തെ വീട്ടിലെ നിസ്മ
കേക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കഴിക്കാൻ അവർ ആസ്വദിച്ച് കഴിക്കാൻ മാത്രം അവർക്ക് കിട്ടിയില്ല. കാരണം എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. എന്താണ് എല്ലാവർക്കും ഓരോ പീസ് വെച്ച് കൊടുത്തപ്പോൾ അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവർക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ മാഗി മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് മാഗി വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ അങ്ങനെ മാഗി ഒന്നും മേടിക്കലില്ല. കുറേ മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് മേടിച്ചത്. അപ്പോൾ അത് വേണം, അപ്പോൾ അതും ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ തുണികളൊക്കെ മടക്കാണ്ടായിരുന്നു. രാവിലെ എന്താണ് തിരുമ്പി ഉണക്കിയിട്ട തുണികളൊക്കെ മടക്കാണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ മടക്കാൻ നിൽക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കിടു അല്ലെങ്കിൽ ഊമോള് അല്ലെങ്കിൽ രണ്ടാളും വന്ന് കറണ്ട് കേട്ടോ മടക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഊമോള് കൃത്യമായിട്ട് ഞാൻ മടക്കുമ്പോൾ അവളെൻ്റെ കൂടെ മടക്കാൻ വന്ന് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെ സീരിയൽ കാണാനൊന്നും വന്ന് കെടുക്കാറില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ അമ്മ സീരിയൽ കാണുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ വന്ന് സീരിയൽ കാണാൻ കിടക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രായമാവുന്നതിൻ്റെയാണെന്ന് തോന്നുന്നുണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ച് ഞാൻ അമ്മയുടെ അടുത്തും സീരിയൽ കാണാൻ കിടക്കും. അപ്പോൾ ഇവിടെ ഒരാൾ അമ്മയും മോനും കളിക്കുകയാണ് കേട്ടോ. ഉമ്മോളാണ്, മമ്മിയാണ്, അത് സണ്ണ്. അപ്പോൾ മമ്മീനെ കള്ളന്മാർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ സണ്ണ് രക്ഷിക്കാൻ നിൽക്കണം. ഇപ്പോൾ ഉമ്മോൾ ചത്ത് ഉമ്മോളപ്പേക്കും കേട് പറയുന്നുണ്ട്, മമ്മി ഗോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മോൾ അവിടെ നിന്ന് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ എന്തെങ്കിലും ഞങ്ങൾക്കപ്പം ക്രേവിങ്സ് ആയി കഴിച്ചു എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മയും അൽഫാമും പൊറോട്ടയൊക്കെ വാങ്ങി കഴിച്ചു. പിള്ളേർക്കില്ല കേട്ടോ. പിള്ളേർ മാഗിയൊക്കെ കഴിച്ച് അവർ സെറ്റായി. അവർ ഉമ്മോള് ഒരു സൈഡിൽ നിന്ന് ഉറക്കം തുടങ്ങി. അപ്പോൾ ഇതായി ഞാനും ഫ്രഷായിട്ട് ഉറങ്ങാൻ പോകണം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.